ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിഎംടിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇൻട്രോ മേക്കിംഗ് ആണ്. അപ്പോൾ ഈ ഇൻട്രോ മേക്കിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇൻട്രോ മേക്കർ എന്നാണ് അതിന് പേരെന്ന് തോന്നുന്നു. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ടാവും. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇൻട്രോ ഉണ്ടാക്കിയത് ഇതിലൂടെ ഒന്നല്ല, നമ്മൾ യൂട്യൂബ് കൂടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻട്രോ ഒക്കെ അതിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഇൻട്രോ എടുത്ത് നോക്കുക. കൂടുതൽ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ കഴിയും. ആപ്ലിക്കേഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോയിലൂടെ മനസ്സിലാവുള്ളൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ നമുക്ക് നിങ്ങൾ പറഞ്ഞ് ലാക്ക് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. ഗൈസ്, അപ്പോൾ നിങ്ങൾ ആദ്യം വെച്ചെടുക്കേണ്ടത് പ്ലേ സ്റ്റോറിയാണ്. അപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾ സെർച്ച് ചെയ്യണം. ഇൻട്രോ മേക്കർ എന്നാണ് സെർച്ച് ചെയ്യേണ്ടത്. ഇൻട്രോ വീഡിയോ മേക്കർ അങ്ങനെ സെർച്ച് ചെയ്യാം. എന്നിട്ട് ഇതിലുള്ള മൂന്നാമത്തെ ഒരു ആപ്ലിക്കേഷനാണ്. ഈ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അത്യാവശ്യം നല്ല നല്ല ഇൻട്രോകളൊക്കെ ഉള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ കാണിക്കുന്ന നല്ല നല്ല ഇതിനായിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല നല്ല ഇൻട്രോൻ്റെ ഇതൊക്കെ നേരെ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ കുറച്ച് സ്പീഡിൽ ഇത് ഡൗൺലോഡ് ആയി വരുന്നുണ്ട്. ഡൗൺലോഡ് ആയി നമുക്ക് കാത്തിക്കേണ്ടി വരും. അപ്പോൾ ഇത് ഡൗൺലോഡായി വന്നിട്ടുണ്ട്. എന്നിട്ട് വേറെ ഒന്നുമില്ലല്ലോ, നമുക്ക് ആപ്ലിക്കേഷൻ നൈസായിട്ട് ഓപ്പൺ ആക്കാം. പിന്നെ ആപ്ലിക്കേഷൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. ഈ ആപ്ലിക്കേഷൻ്റെ ഉള്ളിലത്തെ കാര്യം ഇൻട്രോകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അടിപൊളി നല്ല ഇൻട്രോ ആണ്. നല്ല ഇൻട്രോ ആണ് കേട്ടോ. ഇതിൽ തന്നെ ഇപ്പോൾ തന്നെ കാണാനില്ല, നല്ല ഇൻട്രോ. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഒക്കെ നല്ല ഇൻട്രോ ആണ്. നിങ്ങളിത് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. ഇത് മാത്രമല്ല, കുറേ ഇൻട്രോ ഉണ്ട്. 3D 2D അങ്ങനത്തെ കുറേ അങ്ങനത്തെ ഓരോരോ ഇത് വെച്ചിട്ട് ഓരോ നല്ല ഇൻട്രോകളുണ്ട്. ഇതിൽ കുറച്ച് ഇൻട്രോകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇൻട്രോകൾ ഇങ്ങനെ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ ഒക്കെ ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരുന്നുണ്ടല്ലോ ഇല്ലല്ലോ, നിങ്ങൾക്ക് വിടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാനിത് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് ആക്കിയിട്ട്. പിന്നെ ഞാനൊരു ഇൻട്രോ സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാണ്. എന്നിട്ട് അതിൻ്റെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻട്രോ ഒന്ന് നോക്കാം. ഇതൊക്കെ ഇതിൻ്റെ സ്പീഡാണ് കേട്ടോ കാണുന്നത്. കുറേ സ്പീഡ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും അങ്ങനത്തെ ഓരോന്നൊക്കെ കാണുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇത്ര സ്പീഡൊന്നും ആവശ്യമില്ലല്ലോ, ഒരു നോർമലിലോ അങ്ങനത്തെ ആക്കിയാൽ പോരെ. ഇതൊക്കെ ഫുള്ളായിട്ടുള്ള സ്പീഡാണ് ഞാൻ വെറുതെ കാണിച്ചു തരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോർമലായിട്ടുള്ളൊരു സ്പീഡ് എടുക്കാം. ഇപ്പോൾ ഇത് നോർമലല്ല, എന്താ പറയുക, നോർമലിൻ്റെ കുറച്ചും കൂടി സ്ലോ ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഞാനിതാണ് എടുക്കുന്നത്. പിന്നെ ഇതാണ് നിങ്ങൾ മൊത്തം കണ്ടു നോക്കാം. എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി വെക്കാം. പിന്നെ നിങ്ങൾക്ക് ലോഗോ ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു ലോഗോൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫോട്ടോ ഗാലറി പോയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഇതിൻ്റെ തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് അങ്ങനെ വന്നിട്ട് ഇത് കുറച്ച് ബോറേജ് ഒന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇതൊന്ന് മാറ്റാം. അത്ര നല്ലൊന്നുമില്ല തോന്നുന്നു. അപ്പോൾ ഏതൊന്നും എടുക്കാം, അതാകുമ്പോൾ കാണിച്ചു തരാണ്. ഇതൊന്നും എടുക്കുന്നുണ്ട്. ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ രസമുണ്ടോ എന്ന് നോക്കട്ടെ. അത്യാവശ്യം ക്വാളിറ്റി നല്ല സാധനങ്ങളൊക്കെ കേട്ടോ. ഇനി നേരെ നമുക്ക് എക്സ്പോർട്ട് ചെയ്താൽ മാത്രം മതിയല്ലോ, വേറെ ഒന്നുമില്ലല്ലോ.
അപ്പോൾ ചെറിയൊരു ആഡ് വന്നിട്ടുണ്ട്. ആഡൊന്ന് നൈസായിട്ട് ഒഴിവാക്കില്ല. ഈ ചെറിയൊരു പരിപാടി മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് എക്സ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ എക്സ്പോർട്ടായി വന്നിട്ടുണ്ട്. നമുക്ക് വീഡിയോ ഒന്നും ഉണ്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി നോക്കിയിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലിട്ട് കാണാം. ബൈ.